ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലം വരാൻ ഇനി 3-4 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുള്ളൂ. അപ്പം എല്ലാ സ്റ്റേറ്റിലും BJP മുന്നേറ്റം നടത്തുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ആന്ധ്ര, തെലങ്കാന സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രചരണ രീതി, അവരുടെ തന്ത്രം, വിജയ സാധ്യത ഇതൊക്കെ വിലയിരുത്താനായി മുതിർന്ന മാധ്യമപ്രവർത്തകർ കൂടിയായ ശ്രീ സുരേഷ് കൊച്ചാട്ടിലാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ സർ, ABC ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഇപ്പൊ ഈ ആന്ധ്ര, തെലങ്കാന ഈ സ്റ്റേറ്റുകളുടെ ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആന്ധ്ര 2 സംസ്ഥാനങ്ങളായി വിഭജിച്ച് മാറിയത്. അപ്പൊ 10 വർഷം കൊണ്ട് ആന്ധ്രയ്ക്കുണ്ടായ മാറ്റം, തെലങ്കാനയ്ക്കുണ്ടായ നേട്ടം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുതൽ നമുക്ക് തുടങ്ങാം. സർ പറയാം. കറക്റ്റ്. ജൂൺ 2 ആയിരുന്നു ഈ വിഭജനം നടന്നത്. ആന്ധ്രയും തെലങ്കാനയും രണ്ടായി പാർലമെന്റ് ബില്ല് പാസ്സാക്കി. ഇത് പഴയൊരു ഡിമാൻഡായിരുന്നു, ഇപ്പോഴത്തെ അല്ല. 60കളിലും ഇതിനൊരു അജിറ്റേഷനൊക്കെ ഉണ്ടായി. കുറേ പേര് 10-300 സ്റ്റുഡൻസ്, ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് കുറേ പേര് പോലീസിൻ്റെ ഫയറിങ്ങിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആന്ധ്രയും തെലങ്കാനയും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അതിനൊരു ബേസിസ് ഉണ്ടായിരുന്നു. എന്നാൽ ആന്ധ്രക്കാർ ന്യൂമറിക്കലി അവർ സ്ട്രോങ് ആണ്, ഫൈനാൻഷ്യലി അവർക്ക് കാശ് കുറേ ഉണ്ട്, അവരുടെ നല്ലൊരു കാശുള്ള ഒരു സെക്ടറാണ് ആന്ധ്ര. അവർ ഹൈദരാബാദിൽ വന്ന് ഇവിടുത്തെ സ്ഥലം വാങ്ങിച്ചെടുത്തു, ഇവിടുത്തെ ജോലികളെല്ലാം തട്ടിയെടുത്തു എന്നിട്ട് ഇവിടുത്തെ തെലങ്കാനക്കാർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. നല്ലൊരു ജെന്വിൻ റീസൺ ആയിരുന്നു. ഇപ്പം ഞാനും പഠിച്ചതെല്ലാം തെലങ്കാനയിലാണ്. ജനിച്ചത് തൃശ്ശൂർ കരുവന്നൂരാണ്, പക്ഷേ പഠിച്ചതെല്ലാം ഹൈദരാബാദാണ്. ഈ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു അജിറ്റേഷൻ വന്നപ്പോൾ അന്ന് പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ചെന്നാറെഡ്ഡി എന്നിട്ട്. അയാളാണ് ആദ്യം തുടങ്ങി വെച്ചത്. പക്ഷേ അയാളെ ഇന്ദിരാഗാന്ധി മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞപ്പോൾ അയാൾ ഇത് വേണ്ടാന്ന് വെച്ചു, അയാൾ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കെ ചന്ദ്രശേഖർ റാവ്. ഇയാളും ഒരു ഒറിജിനൽ TDP എന്ന് വന്ന ആളാണ്, തെലുഗുദേശം പാർട്ടിയിൽ നിന്ന് വന്ന ആളാണ്. അങ്ങേര് കയറി ഈ അജിറ്റേഷൻ തുടങ്ങി, നിരാഹാര ഇതൊക്കെ ഇരുന്നു, അതേപോലെ പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോലെ പോലീസ് ഫയറിങ്ങും അതേമാതിരി അടിപിടിയൊക്കെ ഉണ്ടായി. അവസാനം സുഷമ സ്വരാജ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് പാർലമെന്റിൽ അന്ന് BJP സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ബില്ല് മൂവ് ചെയ്തത്. അല്ലെങ്കിൽ BJPയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് കോൺഗ്രസിന് ഈ ബില്ലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്നത് സോണിയാഗാന്ധിയാണ് അവർക്ക് തന്നത്, തെലങ്കാന തന്നത്. പക്ഷെ ശരിക്കും അത് സുഷമ സ്വരാജിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡെസിഷൻ ആയിരുന്നു അന്ന് നടന്ന ഒരു പാർലമെൻ്ററി ഡിബേറ്റ്. ഇൻഫാക്ട് ആ ഡിബേറ്റ് നടക്കുമ്പോൾ കുറേ പേർക്ക് ഓർമ്മയുണ്ടാവും, ലോക്സഭയുടെ ക്യാമറ ഓഫ് ചെയ്തിട്ടു കോൺഗ്രസ്സുകാർ. സുഷമ സ്വരാജ് സംസാരിക്കുമ്പോൾ ഈ ഡിബേറ്റിന് ആ ക്യാമറ ഓഫ് ചെയ്തിട്ടു. അതുവരെ ചെയ്തു കോൺഗ്രസ്സുകാർ. ശരി, അതെല്ലാം കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ഡിസിഷൻ എന്തായിരുന്നു പറഞ്ഞാൽ, ഒന്ന് ഒരു കോമൺ ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ ജൂൺ 2 ഇപ്പോൾ ജൂൺ 2 ഇതാ വരാൻ പോണു. 10 കൊല്ലം വലിയൊരു ഹൈദരാബാദിൽ വലിയൊരു സെലിബ്രേഷൻ ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്. രേവന്ത് റെഡ്ഡി അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് സോണിയാഗാന്ധിയൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടേക്ക്. ഇവിടുത്തെ പരേഡ് ഗ്രൗണ്ട്, പരേഡും അതും ഇതും കുറേ 2-3 ദിവസം പുതിയ ആന്തം, പുതിയ പാട്ട്, പുതിയ എംബ്ലം എല്ലാം വരാൻ പോകുന്നുണ്ട്. പക്ഷെ 10 കൊല്ലത്തിൽ ആർക്കാണ് നഷ്ടം ഉണ്ടായെന്ന് ചോദിച്ചാൽ ശരിക്കും ആന്ധ്രക്കാർക്കാണ്. അതിന് സംശയമില്ല. അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ആന്ധ്രയ്ക്ക് ഒരു തലസ്ഥാനമില്ല, ഇപ്പോഴും ഇല്ല തലസ്ഥാനം ടെക്നിക്കലി. ഇത്രയും വർഷമായിട്ടും തലസ്ഥാനം ഇല്ലെന്നാണ് സാർ പറയുന്നത്? കറക്റ്റ്. ഒരു തലസ്ഥാനം തുടങ്ങി വെച്ച ചന്ദ്രബാബു നായിഡു ആയിരുന്നു. അമരാവതി എന്ന് പറഞ്ഞിട്ട് വിജയവാഡ അടുത്തായിട്ടൊരു ടൗൺഷിപ്പ് തുടങ്ങാൻ വലിയൊരു റായ്പൂർ മാതിരി, നമ്മുടെ ഛത്തീസ്ഗഡ് ഫോം ചെയ്തപ്പോൾ റായ്പൂർ ഉണ്ടാക്കിയ മാതിരി ഒരു തലസ്ഥാനം തുടങ്ങാൻ പ്ലാൻ വെച്ചിട്ട് അവിടെ ഒരു ഹൈക്കോടതിയിലേക്ക് ബിൽഡിംഗ് പണിതു, സെക്രട്ടേറിയറ്റിൻ്റെ ബിൽഡിംഗ് പണിതു. പക്ഷേ നായിഡു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ തോറ്റു. 2019 ഇലക്ഷൻ തോറ്റപ്പോൾ കയറി വന്നത് YS ജഗനായിരുന്നു. ജഗനാണെങ്കിൽ നായിഡുവിനെ ഒട്ടും കണ്ടുകൂടാ. അപ്പം ജഗൻ്റെ അക്വിസിഷൻ എന്താ പറഞ്ഞാൽ, നായിഡു ഈ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ തലസ്ഥാനം അമരാവതി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ആ അമരാവതിയിൽ ഇനി തലസ്ഥാനം ഉണ്ടാവാൻ പോകണില്ല എന്നിട്ട് അങ്ങോട്ട് വേണ്ടാന്ന് അങ്ങോട്ട് വെച്ചു. അങ്ങനെയാണ് തലസ്ഥാനം മാറിയത് അവിടെ. അപ്പോൾ തലസ്ഥാനം അവിടെ നിന്ന് മാറിയിട്ട് അവസാനം ശരി വേറൊരു തലസ്ഥാനം പണി, അതും ഉണ്ടായില്ല. ഒരിക്കൽ പറയും 6 മാസത്തിനുള്ളിൽ പറയും അത് നമുക്ക് വിശാഖപട്ടണത്തേക്ക് പോകാമെന്ന് പറയും. പിന്നെ പറയും അല്ലല്ല നമുക്ക് വിജയവാഡയ്ക്ക് തന്നെ പോകാമെന്ന് പറയും. പിന്നെ പറയാം അല്ല കർണൂല്. പ്രോബ്ലം എന്താണെന്നാൽ ആന്ധ്രയുടെ ഒരു എൻഡ് കിടക്കുന്നത് ബാംഗ്ലൂർ അടുത്താണ്, കടപ്പ, ചിത്തൂർ ആ ഡിസ്ട്രിക്ട്സ് ഒക്കെ, അനന്തപുരം. പിന്നൊന്ന് കിടക്കുന്നത് വിശാഖപട്ടണത്താണ്, അത് ഒറീസ സൈഡിൽ. അപ്പോൾ നമ്മൾ കേരളം വെച്ച് നോക്കുമ്പോൾ കേരളത്തെക്കാട്ടിലും വലിയ ലെങ്ത്താണ് ആന്ധ്രയ്ക്കുള്ളത്. അപ്പോൾ തലസ്ഥാനം എപ്പോഴും ഒരു സെൻട്രലി ലൊക്കേറ്റഡ് പ്ലേസ് ആയിരിക്കണമായിരുന്നു എന്ന് മേജർ കംപ്ലൈൻ്റ് ആയിരുന്നു. ജഗൻ ഇപ്പോഴത്തെ ഇലക്ഷനിൽ എല്ലാവരും പറഞ്ഞ എല്ലാ ഒപ്പീനിയൻ പോളും പറയുന്ന ജഗൻ തോൽക്കുന്നതാണ് ഈ പ്രാവശ്യം. അതിൽ കുറേ കറപ്ഷൻ്റെ ചാർജസും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ജഗൻ തന്നെ നമുക്കറിയാം കുറേ കാലം ജയിലിൽ കിടന്നതാണ്, അത് കഴിഞ്ഞിട്ടാണ് പുറത്തു വന്ന ആൾ. പക്ഷെ അതല്ല, അതിനേക്കാളും കൂടുതൽ ഈ ആന്ധ്രയെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല.
ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഒരു പ്രോഗ്രഷൻ ഉണ്ട്. ഹൈദരാബാദ് 428 കൊല്ലമായിട്ടൊരു തലസ്ഥാനമാണ്. ഇപ്പോഴല്ല, അത് കുത്തുബ് ഷാഹി ഡൈനാസ്റ്റി, അസഫ് ജാഹി ഡൈനാസ്റ്റി, അത് കഴിഞ്ഞ് പിന്നെ വന്ന നമ്മുടെ 47 കഴിഞ്ഞ് നമുക്കുള്ള ഫ്രീഡം മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് കിട്ടുന്ന തലസ്ഥാനം ഹൈദരാബാദ്. ഇൻഫാക്ട് 47 ഹൈദരാബാദിന് ഫ്രീഡം കിട്ടിയത് 48 സെപ്റ്റംബർ 18 48 ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ വന്ന് ഇതായത്. ബിക്കോസ് അതിൽ സർദാർ പട്ടേലിന്റെ വലിയൊരു റോൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം റസാക്കാർ എന്ന് പറഞ്ഞ നിസാമിന്റെ ഒരു ആർമിയിൽ. അപ്പൊ ഹൈദരാബാദ് ഒരു തലസ്ഥാനം എന്ന് പറഞ്ഞ ഒരു IT ക്യാപിറ്റലായിട്ട് ഇന്ന് വന്നേക്കുന്നത് അത് ചന്ദ്രബാബു നായിഡുവിന് ക്രെഡിറ്റ് ഉണ്ട്, അതിലില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇപ്പൊ കേരളത്തിലെ മാതിരിയല്ല ഇവിടെ ഹൈദരാബാദിൽ ഒരു മുഖ്യമന്ത്രി പോയി ഇനിയൊരു മുഖ്യമന്ത്രി വരുമ്പോൾ കണ്ടിന്യൂറ്റി ഓഫ് പോളിസി ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. റിംഗ് റോഡ് ഉണ്ട് ഹൈദരാബാദ്, 168 കിലോമീറ്ററിന്റെ റിംഗ് റോഡാണത്. 8 ലെയിനുള്ളത് റിംഗ് റോഡ്, 4 സർവീസ് റോഡുള്ള റിംഗ് റോഡ് ഉണ്ട് ഹൈദരാബാദിൽ. അത് തുടങ്ങി വെച്ചത് ഒരു മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി എന്ന് തന്നെയായിരുന്നു. അതിനുമുമ്പ് റോസയ്യ ഉണ്ടായിരുന്നു. രാജശേഖർ റെഡ്ഡിയുടെ സമയത്ത് ആക്ച്വലി തുടങ്ങി വെച്ചത്. 6 മുഖ്യമന്ത്രിമാർ മാറിയിട്ടും ഈ പ്രോജക്റ്റ് നിന്നില്ല, കംപ്ലീറ്റ് ചെയ്തു. അവസാനം BRSന് ഫസ്റ്റ് ടേം എൻഡ് ആവുമ്പോഴാണ് ഇതിന്റെ പണിയെല്ലാം പൂർത്തിയാക്കി ഈ റിംഗ് റോഡ് ഇനോഗ്രേറ്റ്. ഇപ്പോൾ ഹൈദരാബാദിൽ വന്ന് ആര് വന്നാലും റിംഗ് റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് കണ്ടെന്നെ അറിയണം. അങ്ങനത്തെ വളരെ നല്ല ഡെവലപ്മെന്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു മേജർ റീസൺ ആണ് എത്ര 10 കൊല്ലമായിട്ട് ഒരു തലസ്ഥാനം ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ക്യാമ്പയിൻ എടുത്തിട്ടാണ് ചന്ദ്രബാബു നായിഡു ഇതിനിറങ്ങിയത്. ഇത് വലിയൊരു അടിയായിപ്പോയി ഇവർക്ക്, YSRCP. അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഒരു പുതിയൊരു IT കമ്പനികളോ വേറൊന്ന് വലിയ ഒരു കിയയുടെ ഒരു വലിയ കാറിന്റെ ഒരു കമ്പനി ഉണ്ട്, കിയ കമ്പനിയുടെ. അത് മാത്രമാണ്, അതും ചന്ദ്രബാബു നായിഡു കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണത്. ഇപ്പോൾ YS ജഗന് ഈ 10 കൊല്ലത്തിൽ അവിടെ തലസ്ഥാനം ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം അവിടെ വരാത്ത, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പറയില്ല ഒന്നും വരില്ല, ഒരു ഇൻഡസ്ട്രിയും വരില്ല. അതേമാതിരിയാണ് ആന്ധ്രയുടെയും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫാർമ ക്യാപിറ്റൽ തുടങ്ങി, അതും ശരിയായില്ല. വിശാഖപട്ടണത്തടുത്ത് അവിടെ കുറെ ആക്സിഡന്റ് ഒക്കെ നടന്നു, അവിടെ കുറെ പേര് മരിച്ചു. അത് കാരണം അതും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു സിംഗിൾ ഫിഗർ എന്ന് പറഞ്ഞാൽ YS ജഗൻ നമ്മുടെ ഈ ഫാമിലി പാർട്ടിയിൽ എപ്പോഴും ഉണ്ടാവണ ഒറ്റ ആളാണ് എല്ലാ ഡിസിഷനും എടുക്കുന്നത്. അങ്ങനെ ആ പരിസ്ഥിതിയിൽ വന്നാൽ ഇപ്പോൾ ജഗൻ നിൽക്കുന്ന സ്ഥലത്ത് ജഗന്റെ ശരിക്കും അവനൊരു സ്ലിപ്പിംഗ് അവേ എന്ന് പറയുക ഇംഗ്ലീഷിൽ, ഇതാ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇനി ഈ ഇലക്ഷനിൽ ജഗൻ എന്തായാലും തോൽക്കുന്നതാണ് എല്ലാ എക്സിറ്റ് പോളും, എല്ലാ ഒപ്പീനിയൻ പോളും പറയും. എക്സിറ്റ് പോൾ ഓഫ് കോഴ്സ് പുറത്ത് വന്നിട്ടില്ല. എല്ലാ ഒപ്പീനിയൻ പോളും പറയുന്നത് ജഗൻ ഈ പ്രാവശ്യം തോൽക്കും. അത് 2 ഇലക്ഷൻ ഉണ്ട് അവിടെ. ഒന്ന് അസംബ്ലിയുടെയും നടക്കുന്നുണ്ട് ആന്ധ്രയിൽ, പിന്നെ ഒന്ന് അതിനൂടെ ലോക്സഭാ ഇലക്ഷനും നടക്കും. അപ്പൊ BJP അവിടെ ഒരു വലിയ മുന്നേറ്റം നടത്തുന്നു എന്നല്ലേ നമ്മളിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആണ്. അത് BJPക്ക് തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ആന്ധ്രയിൽ ഇന്നുവരെ പറ്റിയിട്ടില്ല. തെലങ്കാന മാതിരിയല്ല. തെലങ്കാനയിൽ പണ്ട് തൊട്ടാണ് BJPക്ക് ഒരു റൂട്ട് ഉണ്ട്. 1984 നമ്മുടെ BJP ആദ്യമായിട്ട് ഒരു പാർട്ടിയായി വന്ന ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്ത സമയത്ത് BJPക്ക് 2 സീറ്റായിരുന്നു. അന്ന് കോൺഗ്രസ് കളിയാക്കി പറഞ്ഞിരുന്നു, രാജീവ് ഗാന്ധിയൊക്കെ, ഹം ദോ ഹമാരെ ദോ ആണ് BJP എന്ന് പറഞ്ഞത്. 2 സീറ്റ് ആകാർ പട്ടേൽ മേസാനെന്നും ചംഗ്ലപ്പാട്ടി ജഗ്ഗാറെഡ്ഡി ഹനുമക്കൊണ്ടെന്നും ജയിച്ചാണ്. ഇൻഫാക്ട് ജഗ്ഗാറെഡ്ഡി തോൽപ്പിച്ചത് PV നരസിംഹറാവുനെയായിരുന്നു അന്ന് ലോക്സഭാ ഇലക്ഷൻ. അപ്പോൾ അന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ BJPയുടെ ഗ്രോത്ത് തെലങ്കാനയിലുണ്ട്, പക്ഷെ ആന്ധ്രയിൽ ഉണ്ടായില്ല. അതിനൊരു കാരണമുണ്ട്. ഒന്ന്, ആന്ധ്രയിലെ പ്രിൻസിപ്പൽ ലീഡർ വെങ്കയ്യ നായിഡു ആയിരുന്നു. ഏറ്റവും വലിയ ലീഡർ വെങ്കയ്യ നായിഡു ആയിരുന്നു. വെങ്കയ്യ നായിഡുവിന് ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ ആരെങ്കിലും പിൻഗാമി ഉണ്ടായി നാളെ അയാൾ എന്നെ തട്ടുമോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു ആൾക്ക്. അത് കാരണം ആരും സമ്മതിച്ചില്ല ഗ്രോ ആവാൻ. അങ്ങേരുടെ അണ്ടറിൽ ഒരൊറ്റ ആളെയും സമ്മതിച്ചില്ല വെങ്കയ്യ നായിഡു. അവസാനം മോദിക്ക് മനസ്സിലായി ഇത് എവിടെയും പോണില്ല എന്ന് കണ്ടപ്പോഴാണ് വെങ്കയ്യ നായിഡുവിനെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കി വിട്ടു. അതിൻ്റെ കൂടെ അങ്ങേരെ പൊളിറ്റിക്കൽ കരിയർ കഴിഞ്ഞു. പക്ഷെ ആന്ധ്രയിൽ ഇന്ന് വരെ BJPക്ക് ഒരു ലീഡർ ഉണ്ടായിട്ടില്ല. ഇപ്പോഴുള്ള BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും മറ്റേ NT രാമാറാവിന്റെ മോളാണ് ദഗുപാട്ടി പുരന്തേശ്വരി. അവരും വന്നിരിക്കുന്നത് തെലുഗുദേശം പാർട്ടിയിൽ നിന്നാണ്, നായിഡുവിന്റെ പാർട്ടിയിൽ നിന്ന്. അപ്പം അങ്ങനെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ചാൻസ് ഗ്രോ ചെയ്യാൻ കൊടുത്തിട്ടില്ല അവർക്കാർക്കും. ആന്ധ്രയിലാവട്ടെ ഒരു ലീഡർ നമുക്ക് പറയാൻ പറ്റില്ല. എന്നും BJPയുടെ ഒരു ലീഡർ ഉണ്ട്, നാച്ചുറൽ ലീഡർ ഉണ്ട്. അതാണ് ആന്ധ്രയിൽ ഏറ്റവും വലിയ. അങ്ങനെ എപ്പോഴും നമ്മുടെ ഇപ്പോൾ തമിഴ്നാട് മാതിരി അല്ലെങ്കിൽ പഞ്ചാബ് മാതിരി അവിടെ ശിരോമണി അകാലിദളിന്റെ കിട്ടിയ സീറ്റ് 2-3 സീറ്റ് കോൺടെസ്റ്റ് ചെയ്യും. അതേപോലെ തമിഴ്നാട്ടിൽ പണ്ട് DMK പിന്നെ ADMK ആയിട്ട് ടൈപ്പ് വെച്ച് BJP. അതേമാതിരി ഈ പ്രാവശ്യം BJPക്ക് ഒരു 6 സീറ്റ് കിട്ടുന്നുണ്ട് ലോക്സഭയിൽ. അതവർ കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 സീറ്റ് അവർക്ക് അസംബ്ലിയിൽ കിട്ടുന്നുണ്ട്, അത് കോൺടെസ്റ്റ് ആവും. അതിലെന്തെങ്കിലും ജയിച്ചാൽ. പക്ഷെ BJP പണ്ട് ജയിച്ചിട്ടുണ്ട്. BJPക്ക് 2 സീറ്റിൽ അവിടെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു പണ്ട് തന്നെ ജയിച്ചിട്ട്. ഒന്ന് വിശാഖപട്ടണം, ഒന്ന് കാക്കിനാട്. അത് കുറെ കാലം മുമ്പ് 84 കഴിഞ്ഞ് 89 ഇലക്ഷൻ അങ്ങണ്ടായിരുന്നു അത്. പക്ഷെ അത് കഴിഞ്ഞ് BJPയുടെ പച്ച പിടിച്ചിട്ടില്ല ആന്ധ്രയിൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തെലങ്കാനയിൽ നടന്നത്. ഇപ്പോൾ 2 സ്റ്റേറ്റ് 2 കോൺട്രാസ്റ്റാണ്. ഒന്ന് ഡെവലപ്മെന്റ് അടിച്ചു പിടിച്ച് കയറിപ്പോയി ഹൈദരാബാദ്, ആന്ധ്രയ്ക്ക് ഡെവലപ്മെന്റ് ഇല്ലാണ്ട് പോയി. ഇതാണ് അവിടുത്തെ മേജർ ഒരു ഇലക്ഷൻ സ്റ്റോറി. ഇതാണ്.
നമുക്ക് ഒരു IT മേഖലയിലൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത് ആദ്യം ഈ ഹൈദരാബാദിലായിരുന്നു. അപ്പൊ പിന്നീട് എവിടെയാണ് അതിനൊരു സ്റ്റോപ്പ് ഉണ്ടായത്, അല്ലെങ്കിൽ പിന്നീട് അതിനൊരു മുന്നേറ്റം ഉണ്ടാകാതെ പോയത് എവിടെയാണ്? ഇല്ല, ഹൈദരാബാദിൽ IT നിന്നിട്ടില്ല. ഹൈദരാബാദ് ഇറ്റ്സ് ഗ്രോയിങ് വെരി വെൽ. IT ക്യാപിറ്റലായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഡൽഹി കഴിഞ്ഞാൽ തേർഡ് ലാർജസ്റ്റ്, ചിലപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് സോഫ്റ്റ്വെയർ ഹൈദരാബാദാണ്. എനിക്ക് തോന്നുന്നു 1,50,000 കോടിയും കണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ഹൈദരാബാദിന്. ഹൈദരാബാദിൽ ഒരു സംശയമില്ല, ഹൈദരാബാദ് IT ക്യാപിറ്റലായിട്ട് ഡെവലപ്പ്. പക്ഷേ ആന്ധ്രയ്ക്ക് പറ്റിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് 88-89 വൈസാഗിൽ വർക്ക് ചെയ്ത സമയത്ത് വിശാഖപട്ടണത്ത്, അന്ന് അവിടെ HSBCയുടെ ഒരു ബാക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കുന്ന എത്ര കൊല്ലം മുമ്പാണ്, 10-25 കൊല്ലം മുമ്പ് അവിടെ HSBCയുടെ ബാക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയില്ല ആന്ധ്രക്കാർക്ക്. ബേസിക് ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഡിസ്റ്റൻസ്, കണക്ടിവിറ്റി ഇല്ല. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് മാതിരിയാണ്. കുറേ കൊച്ചി വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് വളരെ കുറച്ച് ഫ്ലൈറ്റേ പോകുന്നത്. അതേമാതിരിയാണ് വിശാഖപട്ടണം. ഹൈദരാബാദിലേക്ക് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് ഉണ്ട്, ഹൈദരാബാദ് വലിയൊരു ഇന്റർനാഷണൽ എയർപോർട്ടാണ്. പക്ഷെ ഇന്നും വിശാഖപട്ടണം ഒരു പബ്ലിക് സെക്ടർ ടൗൺ മാതിരിയാണ് ബിഹേവ് ചെയ്യുക. അതായിരുന്നു ഒരു കാരണം അവിടെ അട്രാക്ട് ചെയ്യുക. പക്ഷെ അതേ സമയത്ത് ആന്ധ്രക്കാർക്കുള്ള ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് എന്താണ്, ഹൈദരാബാദ് അടിച്ചു കയറി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് തലസ്ഥാന ഒരു അഗ്രിമെന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, അന്ന് ഈ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്ത സമയത്ത് ജോയിന്റ് ക്യാപിറ്റൽ ഹൈദരാബാദ് ഒരു ജോയിന്റ് തലസ്ഥാനമായിരിക്കും തെലങ്കാനയും ആന്ധ്രയുടെയും. അപ്പോൾ ഹൈദരാബാദിൽ കുറേ ഗവൺമെന്റ് ബിൽഡിങ്ങിൽ ആന്ധ്രയുടെ ഗവൺമെന്റ് ഓഫീസുകൾ തുടങ്ങി. ആ അഗ്രിമെന്റ് ജൂൺ 1 വൈകുന്നേരം തീരും. നാളെ വൈകുന്നേരം അഗ്രിമെന്റ് തീരാൻ പോവാണ്. ഇപ്പോൾ ഡിമാൻഡ് എന്താണെന്നാണ് അവിടെ നിന്നുള്ള ആന്ധ്രയിൽ നിന്ന് കുറച്ച് പൊളിറ്റീഷ്യൻസ്, ഞങ്ങൾക്ക് ഇനിയൊരു 5 കൊല്ലം നീട്ടി കിട്ടണം, ഞങ്ങൾക്ക് തലസ്ഥാനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് ആരുടെ തെറ്റാണ്? അത് നിങ്ങളുടെ 2 മുഖ്യമന്ത്രിമാരുണ്ട്, അത് 2 പേർക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ഇവിടെയുള്ള ഹൈദരാബാദിലുള്ള കോൺഗ്രസ് ആവട്ടെ, BRS ആവട്ടെ, BJPക്കാരാവട്ടെ, അവർ ഒബ്ജക്റ്റ് ചെയ്യണം. അവർ പറഞ്ഞ് പറ്റില്ല, അവരവിടുത്തെ കുറേ ബിൽഡിങ്ങുകൾ അവരിയ്ക്കുന്നുണ്ട്, അതെല്ലാം കാലിയാക്കി പോകണം. അതിൽ 1-2 പേര് ഓൾറെഡി പോയി കഴിഞ്ഞു. അവിടുത്തെ റെഗുലേറ്ററി കമ്മീഷൻ, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ AP അവർ മാറി, കഴിഞ്ഞ ആഴ്ച തിരിച്ച് വിജയവാഡയ്ക്ക് പോയി. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഇഷ്യൂ അല്ല, പക്ഷെ അവിടെ വലിയ ഇഷ്യൂ ആണ്. ഡെവലപ്മെന്റ് നടന്നില്ലെങ്കിൽ ഇലക്ഷൻ തോൽക്കും. നമ്മുടെ നാട്ടിൽ അതല്ലല്ലോ, നമ്മുടെ നാട്ടിൽ വേറെ കുറേ പൊളിറ്റിക്സ് ഉണ്ടാവും. പക്ഷെ അത് കണ്ടിട്ടാണ് ഹൈദരാബാദ് ഒരു മാഗ്നറ്റ് ആണ്, ഞങ്ങൾക്ക് ആവാൻ പറ്റിയില്ല. അതൊരു പക്ഷെ ഒരു ലെസൺ പഠിക്കേണ്ടത് ഒരു റായ്പൂറാണ്. നമ്മൾ ഛത്തീസ്ഗഡ് ഉണ്ടാക്കി, ഇപ്പം മധ്യപ്രദേശിൽ നിന്ന് മാറി ഇപ്പോൾ ഛത്തീസ്ഗഡ് ഉണ്ടാക്കി. ഇപ്പം അന്ന് ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് 3 രാഷ്ട്രങ്ങൾ വാജ്പേയിജിയുടെ സമയത്ത് ചെയ്താണ്. റായ്പൂർ ക്യാപിറ്റലായിട്ട് പോയി ഞാനൊരു 10 കൊല്ലം മുമ്പ് പോയതാണ്. വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാൻ സിറ്റി ആക്കി. ഇപ്പോൾ പുതിയൊരു സിറ്റിയാണ്. അപ്പോൾ റോഡുകളും എന്തായാലും ഡ്രെയിനേജും എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അത് ആന്ധ്രയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. ഉള്ള സിറ്റി തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഉണ്ടായത്. അതേസമയത്ത് ഹൈദരാബാദാണ് അടിച്ചു കൊടുത്ത് കയറുന്ന ഫാർമ ആവട്ടെ, IT ആവട്ടെ. ഇന്ത്യയുടെ വാക്സിൻ കോവിഡിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ പകുതി മുക്കാൽ വാക്സിൻ ഹൈദരാബാദിൽ നിന്നാണ് വന്നത്. അത് അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഹൈദരാബാദ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഹൈദരാബാദ് 400 കൊല്ലത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് അൺഫോർച്ചുനേറ്റ്ലി ആന്ധ്രയ്ക്കില്ല. ഈ ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു മുന്നേറ്റം ഇത്തവണ BJPയുമായി ചേർന്നുള്ള ഒരു മുന്നേറ്റം, അതാണോ നമുക്കിപ്പം ഈ പറയുന്ന തെലങ്കാനയിലൊക്കെ കാണാൻ കഴിയുന്നത്, അല്ലെ ആന്ധ്രയിൽ കാണാൻ കഴിയുന്നത്? സിരുജി, ഒരു വളരെ സർപ്രൈസിങ്, ഞാൻ ഇവിടെ ഇലക്ഷൻ അനാലിസിസ് കുറേ ചാനൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒപ്പീനിയൻ പോൾസ് നോക്കിയിരുന്നു. 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒപ്പീനിയൻ പോൾ. അതിലൊക്കെ ജഗന്റെ പാർട്ടിക്കാണ് ലീഡ് കൊടുക്കുന്നത്, 45%, 50% വോട്ട് ഷെയർ. പക്ഷേ എന്ന് മോദി, ദാറ്റ് ഈസ് NDA ഗവൺമെൻറ്റിൻ്റെ കൂടെ ഇവർ ചേരാൻ പോകണു എന്നുള്ളൊരു റൂമർ വന്നപ്പോൾ തൊട്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഗ്രാഫ് പിക്കപ്പായി. അതിൻ്റെ നടുക്കിൽ നായിഡുവിനെ അറസ്റ്റ് ചെയ്ത് 2 ആഴ്ച ജയിലിലിട്ടായിരുന്നു ഈ ജഗൻ, ഒരു കറപ്ഷൻ കേസ് എന്നൊക്കെ പറഞ്ഞു. 2 ഫാക്ട്, ഒന്ന് സിമ്പത്തി, നായിഡുവിനുള്ള സിമ്പത്തി. രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത് BJPയുടെ കൂടെ ഒരു ടൈപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നായിഡുവിന് ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടി. ഇപ്പോൾ ഏത് ഒപ്പീനിയൻ പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ 50% നായിഡുവിൻ്റെ സൈഡിലേക്ക് വന്നു. അതിപ്പോൾ കിടക്കുന്നത് ഇങ്ങേറെ സൈഡിലല്ല, ജഗൻ്റെ സൈഡിലല്ല. അതായിരുന്നു ഐ തിങ്ക് മേജർ അഡ്വാൻറ്റേജ്. അതേസമയത്ത് തെലങ്കാനയിൽ നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലും വലിയ കളി, അത് വലിയൊരു ഡിസ്കഷനാണ് തെലങ്കാന. ആന്ധ്ര വളരെ ഒരു NDA വേഴ്സസ് ജഗൻ വേഴ്സസ് കോൺഗ്രസ്. അവിടെ കോൺഗ്രസിന് അധികം ഫ്യൂച്ചർ ഇല്ല. പറയുമ്പോൾ ജഗന്റെ സ്വന്തം അനീതിയാണ് അവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് YS ഷർമിള. അവർക്ക് പക്ഷെ അവിടെ അധികം ഫ്യൂച്ചർ ഒന്നും ഇല്ല കോൺഗ്രസിന്. ഒന്ന്, കോൺഗ്രസിനെയും BJPയും ആന്ധ്രക്കാർ വില്ലനായിട്ടാണ് കാണുന്നത്. ഇവർ കാരണമാണ് ഈ ഞങ്ങളുടെ രാഷ്ട്രം രണ്ടായതെന്ന് ആന്ധ്രക്കാർക്ക് ഇന്നും ഒരു ദേഷ്യമുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല, അത് പിടിച്ചു. പിന്നെ ഒന്ന്, ഈ അന്നത്തെ പാർലമെന്റ് ഡിബേറ്റിൽ വെങ്കയ്യ നായിഡു ഒരു തെറ്റ് ചെയ്തത് എന്തായിരുന്നു, അങ്ങേര് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റസ് പ്രോമിസ് ചെയ്തു ആന്ധ്രാപ്രദേശിൽ. അത് നമുക്കറിയാം, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് ഫണ്ടിങ് കുറേ കിട്ടും.
പക്ഷെ അത് പറയേണ്ട തെറ്റാണ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റസ് ആന്ധ്രയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അത് ട്രൈബൽ സ്റ്റേറ്റ്സിനാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് വിത്ത് ഇന്റർനാഷണൽ ബോർഡറിന് കൊടുക്കാൻ പറ്റുള്ളൂ. അത് വലിയൊരു തെറ്റാണ്. പക്ഷെ ആ കാര്യം പിടിച്ച് അതിൻ്റെ മേലെ തന്നെ പിടിച്ച് കിടന്ന് കളിക്കുകയാണ് ഇപ്പോഴും ആന്ധ്രയിലെ പൊളിറ്റീഷ്യൻസ്. BJP ഇറക്കാനായാലും കോൺഗ്രസിന് ഇറക്കാനും അവരിതാ പറയും, ഇവരിതാ തരാമെന്ന് പറഞ്ഞ ആൾക്കാർ തന്നില്ല എന്ന് നമുക്ക് കണ്ടുവന്നു. അതേസമയത്ത് തെലങ്കാനയിലെ പൊളിറ്റിക്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ഈ തെലങ്കാനയിൽ ഇപ്പോ നമുക്ക് ഇപ്പോ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആര് ജയിക്കും അല്ലെ ആര് മുന്നേറുമെന്നാണ് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുക? ശരി, തെലങ്കാനയിൽ നമുക്ക് നോക്കാം. തെലങ്കാനയിൽ BJPക്ക് കഴിഞ്ഞ ഇലക്ഷൻ, ദാറ്റ് ഈസ് 2019 ഇലക്ഷൻ 4 സീറ്റ് കിട്ടി. ഇത് പിന്നെ ഞാൻ പറയണം, കേരളത്തിലെ ചില പൊളിറ്റീഷ്യൻസ് പറയും, തമിഴ്നാട്ടിലെ ആൾക്കാർ പറയും സൗത്തിൽ BJPക്ക് ഒന്നുമില്ല എന്ന് പറയും. തെലങ്കാനയിൽ BJPക്ക് 4 സീറ്റാണ്, 17 സീറ്റേ ഉള്ളൂ അവിടെ. പണ്ട് 42 ഉണ്ടായിരുന്നു, അതിൽ 25 ആന്ധ്രയ്ക്ക് പോയി. അവിടെ BJPക്ക് സീറ്റൊന്നും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ TDPക്ക് വളരെ കുറച്ച് സീറ്റ്, 3 സീറ്റേ അവിടെ കിട്ടിയുള്ളൂ. പക്ഷേ തെലങ്കാനയിൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റ് കിട്ടി. നിസാമാബാദ്, ഞാൻ പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയായിട്ട് ബോർഡർ ഷെയർ ചെയ്യണ ഓൾമോസ്റ്റ് 40% മഹാരാഷ്ട്രൻസ് ഉള്ള സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്ത് ആദിലാബാദ് ഡിസ്ട്രിക്ട്, അതൊരു ട്രൈബൽ ഡിസ്ട്രിക്റ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ട്രൈബൽ ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെയും BJP ജയിച്ചു. അതല്ലാണ്ട് കരീംനഗർ, അവിടെ നിന്നാണ് ഇതിനു മുമ്പുള്ള സ്റ്റേറ്റ് പാർട്ടി പ്രസിഡന്റ് ബണ്ടി സഞ്ജയ് അവിടെ നിന്ന് ജയിച്ചത്. അതൊരു മുസ്ലിം ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും BJP ജയിച്ചാണ് അവിടെ. അതൊരു അതിശയമാണ് അവിടെ. അത് കഴിഞ്ഞ് സിക്കന്ദരാബാദ് പിന്നെ ഒരു ഹൈദരാബാദ് സിറ്റിയുടെ ഒരു ജോയിന്റ്, എന്താ പറയുക, ഒരു ട്വിൻ സിറ്റിയാണ്, ഒറ്റ സിറ്റി. നമ്മുടെ എറണാകുളം കൊച്ചി എന്ന് പറഞ്ഞ 2 സിറ്റിയാണ്. അപ്പോൾ അവിടെ BJP പണ്ടോട്ടം ജയിച്ചു വരുന്നുണ്ട്. പണ്ട് ബന്ദാരു ദത്താത്രേയ 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിഷൻ റെഡ്ഡി ജയിച്ചു. അപ്പോൾ സിക്കന്ദരാബാദ് ഒരു സേഫ് സീറ്റാണ്. ബിക്കോസ് ഒന്ന്, ഇവിടുത്തെ ഒരു മിക്സ് ഓഫ് പോപ്പുലേഷൻ, ഇവിടെ 5 ലക്ഷം മലയാളികളുണ്ട്, ഓൾമോസ്റ്റ് ഒരു 2-3 ലക്ഷം തമിഴന്മാരുണ്ട്, കന്നഡിഗാസ് ഉണ്ട്, മറാഠീസ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ, സിഖ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പോപ്പുലേഷൻ ഉള്ള കാരണം BJPക്ക് സിക്കന്ദരാബാദ്, ആർമി എയർഫോഴ്സ് നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർ, സെർവ് ചെയ്യുന്ന ആൾക്കാർ കുറേ പേർ താമസിക്കുന്നത് സിക്കന്ദരാബാദിലാണ്. അപ്പോൾ അങ്ങനെ BJPക്ക് സിക്കന്ദരാബാദ്. അപ്പോൾ BJP കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റ് കിട്ടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു റെവലേഷൻ ആയിരുന്നു. BJPക്ക് 4 സീറ്റ് കിട്ടുമെന്ന് ഇവർ വിചാരിച്ചു, BJPക്ക് ഒന്നും കിട്ടില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചു. 4 സീറ്റ് കിട്ടി. അപ്പോൾ 17 BJP കൊണ്ടുപോയി. ഈ പറഞ്ഞ മാതിരി കോൺഗ്രസിന് 3 ആൻഡ് BRSന് 9. അത് കഴിഞ്ഞ് MIM, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, OWCക്ക് ഒരു സീറ്റ് എന്തായാലും കിട്ടും. ട്രഡീഷണൽ സീറ്റ്, ഒരു ഹൈദരാബാദ്, അവരുടെ ഓൾഡ് സിറ്റി ഹൈദരാബാദ് അവരുടെ സീറ്റാണ്. പക്ഷേ ഈ 4 സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം നമുക്കറിയാം അസംബ്ലി ഇലക്ഷനിൽ BRS തോറ്റുപോയി, വല്ലാണ്ട് തോറ്റു. അതൊരു ഷോക്ക് ഡിഫീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എക്സ്പെക്റ്റഡ് ഡിഫീറ്റ് ആയിരുന്നു. പക്ഷെ ആ തോൽവിയിൽ നിന്ന് ഒന്നും BRS പഠിച്ചില്ല. അവർ ഒന്ന് അഹങ്കാരം കാരണം തോറ്റത്. അവരൊരു പാർട്ടിയുടെ ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ പിണറായിക്കുള്ള അതേ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു KCRൻ്റെ, ഞാൻ അത് മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ ജനങ്ങൾ പഠിപ്പിച്ചൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു അവർ. അത് BJPക്ക് ബെനിഫിറ്റ് ആയെന്ന് ചോദിച്ചാൽ യെസ്, BJPക്ക് 8 സീറ്റ് കിട്ടി അസംബ്ലിയിൽ. അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്ന രാജാ സിംഗ് ഗോഷാമഹലിൽ ഉണ്ടായിരുന്ന 8 സീറ്റിൽ നിന്ന് BJPക്ക് പിന്നെ 7 സീറ്റ് കൂടുതൽ കിട്ടി, 8 സീറ്റായി ഇപ്പോൾ അസംബ്ലിയിൽ, തെലങ്കാന ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതേസമയത്ത് ലോക്സഭയിൽ BJPക്ക് കിട്ടിയത് 4 സീറ്റായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം BJPക്ക് കിട്ടാൻ പോകുന്നത് ഇനിയൊരു 4 സീറ്റുണ്ട്. അതിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം, എന്താണ് ജയിക്കാൻ പോകുന്നത് അതും റീസൺ ക്ലിയർ ആയിട്ട് പറയാം. ഒന്ന്, BJPക്ക് നല്ല ചാൻസിൽ ഹൈദരാബാദിന് തൊട്ടടുത്തുള്ള ഈവൻ IT ഡിസ്ട്രിക്റ്റിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വരണം, ചെവെല്ല. അവിടെ പകുതി മുക്കാൽ IT ഡിസ്ട്രിക്റ്റിൽ വരും, പിന്നെ പകുതി റൂറൽ ഏരിയയിലേക്ക് പോകും. അവിടെ കൊണ്ട വിശ്വേശ്വര റെഡ്ഡി എന്ന് പറഞ്ഞാൽ പണ്ട് കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, പണ്ട് BRSൻ്റെ ടിക്കറ്റ് MP ഇലക്ഷൻ ജയിച്ച ആളാണ്. അങ്ങനെ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ചെയർമാൻ്റെ സൺ-ഇൻ-ലോ ആണ്. അങ്ങനൊരു ഹൈലി എഡ്യൂക്കേറ്റഡ് US റിട്ടേൺഡ് ഒക്കെയാണ്. അങ്ങേർക്ക് നല്ലൊരു അവിടെ ഒരു പ്രോസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ചെവെല്ല ജയിക്കും. പിന്നെ കിടക്കുന്ന മഹബൂബ് നഗർ. ഞാൻ പറയാം ഈ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെ കാരണം, ഈ ചെവെല്ലയിൽ ലാസ്റ്റ് ടൈം വിശ്വേശ്വര റെഡ്ഡി തോറ്റത് 1% വോട്ടുകൊണ്ടാണ്, 1% വോട്ടുണ്ട് തോറ്റത് കോൺഗ്രസ് കാൻഡിഡേറ്റിന്. ഈ പ്രാവശ്യം അങ്ങേർക്ക് ജയിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. മഹബൂബ് നഗറിൽ BJPക്ക് 31% വോട്ടുണ്ടായിരുന്നു, അവിടെയും BJPക്ക് ഈ പ്രാവശ്യം ജയിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ലാസ്റ്റ് ടൈം 2ാമത് വന്നാണ്. അതല്ലാണ്ട് വേറൊരു സീറ്റ് BJPക്ക് ഉള്ളത്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചില സീറ്റ് BJPക്ക് ജയിക്കാൻ ചാൻസ് തന്നെ ഇല്ല. ഖമ്മം ഫോർ എക്സാമ്പിൾ, അവിടെ BJPക്ക് ഒട്ടും ചാൻസ് ഇല്ല. ഭോങ്കി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ ഒരു 70 കിലോമീറ്റർ ദൂരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവിടെ ലാസ്റ്റ് ടൈം BRS ജയിച്ചു വന്ന തോറ്റ കാൻഡിഡേറ്റ് അങ്ങേരും അതെ 1% വോട്ടാണ് തോറ്റത്. അങ്ങേര് ഈ പ്രാവശ്യം BJP എന്നൊക്കെ. അപ്പം കുറേ പേര് BRS വിട്ട് കോൺഗ്രസ്സിൽ പോവാത്ത ആൾക്കാരെല്ലാം BJPയിൽ ചേർന്നിട്ടുണ്ട്. എന്താ പറയുക, ഇനി BRSന് അവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല. കർണാടകത്തിലെ JDS മാതിരിയായി പോകും BRS അവിടുത്തെ. അങ്ങനെ BJPക്ക് ഈ പ്രാവശ്യം ടോട്ടൽ ഒരു 8 സീറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലവരവിടെ 10 എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു സൈഡിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്, രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് ആണ്. എല്ലാവർക്കും അറിയാം രേവന്ത് റെഡ്ഡി വന്നതൊരു ABVP എന്നാണ്.
അങ്ങേരെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ പേർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സംശയമുണ്ട് അങ്ങേരെ പറ്റിയിട്ട്, അങ്ങേരുടെ പാർട്ടി ലോയൽറ്റിയെ പറ്റിയിട്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ തെലങ്കാനയിൽ BJPക്ക് ഒരു 8 സീറ്റും ആന്ധ്രയിൽ കോൺടെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു 2 സീറ്റെങ്കിലും BJPക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ പ്രാവശ്യം ഇലക്ഷൻ ജയിക്കാൻ. അങ്ങനെ 10 സീറ്റ്, 42 സീറ്റിൽ നിന്ന് 10 സീറ്റ് BJPക്ക് തെലങ്കാനയും ആന്ധ്രയും കൂടി കിട്ടും ഈ പ്രാവശ്യം. അപ്പൊ എന്തായാലും ഈ പറയുന്ന എക്സിറ്റ് പോളിന്റെ ഒക്കെ റിസൾട്ട് വരാനിരിക്കുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ തെലങ്കാനയെ കുറിച്ചും ആന്ധ്രയെ കുറിച്ചും വിശദമായ ഒരു അവലോകനം തന്നെയാണ് സാർ നടത്തിയത്. എന്തായാലും ഇതൊരു വലിയ മുന്നേറ്റമായിരിക്കും BJPക്ക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ വിശദമായി സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.